നമസ്കാരം, വിനിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഞാനിവിടെ ഒരു ലൈറ്ററാണ് കേട്ടോ ഈ എടുത്തിരിക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ലൈറ്ററാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ നല്ലതുപോലെ അഴുക്കുണ്ട്, ഒപ്പം തുരുമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത് എങ്ങനെയാണ് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ, ഇതിൽ നിറച്ചഴുക്കും തുരുമ്പൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പം ഇത് വെള്ളം ഒഴിച്ചിട്ടൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്ററിൻ്റെ പണി തീരും, പിന്നെ കത്തത്തില്ല. അപ്പം വെള്ളം ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെയാണ് ഇത് ഈസി ആയിട്ടിട്ട് ക്ലീൻ ആക്കുന്നതെന്ന് നോക്കാവേ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് തോന്നിയൊരു ഐഡിയ ആണിത്. ഞാനിവിടെ പേസ്റ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പേസ്റ്റ് എടുത്തിട്ട് വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കണേ. എന്നിട്ട് അത് ഈ ലൈറ്ററിലോട്ട് കുറച്ചൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പല്ലൊക്കെ തേക്കാൻ വേണ്ടി എടുക്കുന്ന അത്രയും പോലും ആവശ്യമില്ല, വളരെ കുറഞ്ഞ അളവിൽ മതി. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ആ ഒരു തുരുമ്പൊക്കെ ഇളകി വരും. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് എടുത്തതാണേ. അപ്പോൾ ഇതുണ്ട്, കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ തുരുമ്പ് നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടോ ഒന്നും സ്ക്രബ് ചെയ്ത് ഉരച്ച് തേച്ച് കഴുകേണ്ട ഒരാവശ്യമില്ല. ഞാനിതുപോലെ ഒരു നനഞ്ഞ ടവലെടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് അമർത്തി തുടയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഇത്രയും ഭാഗം അമർത്തി തുടച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്ര ഈസി ആയിട്ടാണ് ആ തുരുമ്പൊക്കെ ഒന്ന് ഇളകിപ്പോയതെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാതെ ഈ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇത് മുഴുവനും തുടച്ച് എടുക്കുമ്പോൾ ഇത് കണ്ടോ എന്തൊരു തിളക്കമാണെന്ന് നോക്കിക്കേ. നല്ല അടിപൊളിയായിട്ട് ആ ഒരു അഴുക്കും തുരുമ്പും എല്ലാം തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ലൈറ്ററൊക്കെ ഇതുപോലെ അഴുക്ക് പിടിച്ചിരിക്കുന്നതാണെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ടിപ്പ് നമ്പർ 2. ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പറിൻ്റെ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 2 കഷ്ണമാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ടേ. ഈ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഫുഡൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവരുന്ന ആ ഒരു ഫോയിൽ പേപ്പർ വെറുതെ ഡസ്റ്റ്ബിന്നിൽ കളയാതെ കഴുകി ഉണക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നറിയോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഫോയിൽ പേപ്പർ 2 പീസാക്കി ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഓരോ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുരുട്ടി ഒന്ന് ഒരു ബോളാക്കിയിട്ട് എടുക്കാവേ. ഇത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജൊക്കെ യഥാസമയം ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ സ്മെല്ലുണ്ടാകും, ബാഡ് സ്മെല്ലുണ്ടാകും ഫ്രിഡ്ജിൽ നിന്നും. ഭക്ഷണ സാധനങ്ങളൊക്കെ ചീഞ്ഞതും ഇറച്ചി മീനും ഒക്കെ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നതും അതൊക്കെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാതെ ഇരിക്കുന്നതും ഒക്കെയാണ് ഫ്രിഡ്ജിൽ ബാഡ് സ്മെൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണം ആകുന്നത്. ചില വീട്ടിലൊക്കെ ചെന്നാൽ ഫ്രിഡ്ജ് തുറന്നാൽ മൂക്ക് പൊത്തേണ്ട സ്ഥിതിയാണ് അല്ലേ. അപ്പം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബോള് നമുക്കൊരു 2-3 ഹോൾ ഇതിലൊന്ന് ഇട്ട് കൊടുക്കണേ. അപ്പം ഞാനിതുകൊണ്ടോ 1-2 ഹോൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 ബോളും നമുക്ക് 2, 1, 2, 3 വേണം നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഓരോ തട്ടിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും 2 ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഇത് ഞാനിങ്ങനെ ഫ്രിഡ്ജിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ബാഡ് സ്മെല്ല് കംപ്ലീറ്റ് ഈ ബേക്കിംഗ് സോഡ വലിച്ചെടുക്കും. അപ്പം നമ്മൾ ഫ്രിഡ്ജ് ക്ലീനൊക്കെ ആക്കിയതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ വെച്ചാൽ ഓക്കെ ആകില്ല. അപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ മാറുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ടിപ്പ് നമ്പർ 3. ഞാനിവിടെ കുറച്ച് ഉണക്ക കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് കറികളൊക്കെ കുറവുള്ള ദിവസങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാന്താരിമുളകൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു റെസിപ്പിയാണ് കേട്ടോ അടുത്തത്. അപ്പം ഞാൻ ഈ കാന്താരിമുളക് ഒരു പാനിലോട്ട് ഇട്ടിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട്, വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പിടിയോളം ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് 2 കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഒപ്പം തന്നെ പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാളൻ പുളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് 2 കൂടി ഇങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കണേ. ചൂടൊന്ന് കുറഞ്ഞ് കഴിയുമ്പം ഇതുപോലെ മിക്സഡ് ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കാം. അപ്പോൾ വെള്ളമൊന്നും വേണ്ട ഇതിലേക്ക്.
അപ്പോൾ ഇതുകൊണ്ട് അരച്ചു കൊണ്ടുവന്ന് അപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇത് ഞാനൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അല്പം വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കറിയും ഇല്ലെങ്കിലും നമുക്ക് ഒരു പറ ചോറുണ്ടാൻ വേണ്ടിയിട്ട് ഈ ഉണക്ക കാന്താരി ചമ്മന്തി മതിയാകും. നിങ്ങൾക്കറിയാം കാന്താരിയിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ടെന്ന് അല്ലേ. കാന്താരി മുളക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ദഹനം ത്വരിതപ്പെടുത്താനും അതുപോലെ വൈറ്റമിൻസ്, കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, പൊട്ടാസ്യം അങ്ങനെ ഇവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഒക്കെ കാന്താരി ഒത്തിരി നല്ലതാണ്. എന്നാൽ അമിതമായിട്ടുള്ള ഉപയോഗം ശരീരത്തിന് അത്ര നല്ലതല്ല കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. ടിപ്പ് നമ്പർ 4, ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലോട്ട് മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുട്ടത്തോട് നല്ലപോലെ ഉണങ്ങിയതാണ്, വെള്ളമയൊന്നും ഇല്ലാത്തതാണ്. നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പൗഡർ രൂപത്തിൽ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ മുട്ടത്തോട് വേസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ. മുട്ട പൊട്ടിച്ച് എടുത്തു കഴിഞ്ഞാൽ ആ മുട്ടത്തോട് നമ്മൾ വേസ്റ്റ് ബിന്നിലോട്ട് ഇടാറാണ് പതിവ്. എന്നാൽ നമ്മൾ മുട്ട പുഴുങ്ങിയും പൊരിച്ചൊക്കെ കഴിക്കും. ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് മുട്ട കഴിക്കുന്നത് നല്ലതാണെന്ന്. എന്നാൽ മുട്ടത്തോട് കഴിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പം നമ്മൾ അതൊന്നുമല്ല നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതുപോലെ ചെറിയ ഒരു ബൗളിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഷാമ്പു ഏതാണോ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഷാമ്പു എടുത്തേക്കുന്നത് ഒരു പാക്കറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എക്സൽ പൗഡർ ഒരു 1/2 ടീസ്പൂണോളം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ വെള്ളം ഒന്ന് ചേർത്താണ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. പ്രായമായവരും ചെറുപ്പക്കാരും കുട്ടികളും ഒരുപോലെ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിലും മുടി വിണ്ടുകീറലും. മുടി കൊഴിച്ചിൽ തടഞ്ഞ് തഴച്ചു വളരാൻ സഹായിക്കുന്ന പല രാസവസ്തുക്കളും ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മുടെ മാർക്കറ്റുകളിൽ ലഭ്യമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് മടുത്തവരായിരിക്കും നമ്മളിൽ പലരും. മുട്ട ഉപയോഗിച്ചതിന് ശേഷം മിക്കവാറും മുട്ടത്തോടെ എല്ലാവരും വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ് അല്ലേ. ചിലരാണെങ്കിൽ ചെടികൾക്ക് വളമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ മുട്ടത്തോട് നമുക്ക് മുടിക്ക് സംരക്ഷണം നൽകും എന്ന് പലർക്കും അറിയത്തില്ല. കാൽസ്യം, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ആൻറ്റി ബാക്ടീരിയൽ സവിശേഷതകൾ ഒക്കെ ഉണ്ട് നമ്മുടെ ഈ മുട്ടത്തോടിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ഒരു മിശ്രിതം, അതായത് ഈ ഷാമ്പുവും മുട്ടത്തോടിൻ്റെ ആ ഒരു പൗഡറും കൂടെ നമ്മുടെ മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് താരനൊക്കെ ഉണ്ടെങ്കിൽ തലയോട്ടിയിൽ നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിത് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടും. താരനുണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും. അതുപോലെ മുടി സമൃദ്ധിയായിട്ട് വളരും. ഇത് നമുക്ക് ഷാമ്പൂവിൻ്റെ കൂടെ തന്നെയല്ല, വെളിച്ചെണ്ണ എടുത്തിട്ട് വെളിച്ചെണ്ണയിലും അല്പം എക്സൽ പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടി ഇഴകളിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കിത് എക്സൽ പൗഡർ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സൽ പൗഡറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ മുടി ഇഴകളിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുടി നല്ല സമൃദ്ധിയായിട്ട് വളരും, മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും. അപ്പം നിങ്ങൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ മിശ്രിതം നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബോഡിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി പോവുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ മുടിയൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. പ്രത്യേകിച്ച് താരനുണ്ടെങ്കിൽ ഈ രീതിക്ക് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ താരൻ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ തവണത്തെ ഉപയോഗം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും. മുടി സമൃദ്ധിയായിട്ട് വളരാനും മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് എക്സൽ പൗഡർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണ ഈ ഒരു രീതിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.